ഏവർക്കും മാതാ പൈനാപ്പിൾ ഫാംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ സഞ്ജോയ് തോമസ്, മാതാ പൈനാപ്പിൾ വാഴക്കുളം. ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് പൈനാപ്പിളിൻ്റെ നടീൽ രീതികളാണ്. ഹിറ്റാച്ചി ഉപയോഗിച്ച് 2 അടി താഴ്ചയിൽ മണ്ണിളക്കി നിലം ഒരുക്കിയതിന് ശേഷം പൈനാപ്പിൾ തൈകൾ നടുന്ന ജോലികളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചരട് കെട്ടി ഹെഡ്ലൈൻ അടിച്ചതിന് ശേഷം 2 സൈഡിലേക്കും മീൻമുള്ളു പോലെ 6 or 8 കാനികൾ നടുന്നതാണ് ഒരു രീതി. ഇതിന് ഫിഷ് ബോൺ മെത്തേഡ് എന്ന് വിളിക്കാം. രണ്ടാമത്തെ രീതി ഹെഡ്ലൈൻ്റെ ഒരു വശത്ത് മാത്രം കാലുകൾ വരത്തക്ക വിധം കാനികൾ നടുന്ന രീതിയാണ്. ഇതിനെ കോംപ് മെത്തേഡ് എന്ന് വിളിക്കാം. ഭൂമിയുടെ ചെരിവനുസരിച്ചാണ് നടീൽ രീതി തിരഞ്ഞെടുക്കേണ്ടത്. നിരപ്പായ സ്ഥലത്ത് നല്ലവണ്ണം നീർവാർച്ച സാധ്യമാകുന്ന രീതിയിൽ ഏത് മെത്തേഡ് വേണമെങ്കിലും നമുക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. റബ്ബർ റീപ്ലാന്റ് ചെയ്യുമ്പോൾ ഇടവിളയായി ചെയ്യുന്ന കൃഷിയാണെങ്കിൽ കോമ്പ് മെത്തേഡാണ് അനുയോജ്യം. മറിച്ചും തിരിച്ചും കാനികൾ വയ്ക്കാം. ഇനി തൈകൾ നടുമ്പോൾ അടിവളമായി ജൈവവളമാണ് നല്ലത്. ചാണകമോ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഏതെങ്കിലും ജൈവവളമോ ഒരു പിടി ഏകദേശം 30 മുതൽ 50 ഗ്രാം വരെ കുഴികളിൽ ഇട്ട് കൊടുക്കാം. കുഴികൾ തമ്മിൽ 1.5 അടി അകലം അഭികാമ്യം. കൂടാതെ തൈകൾ വേര് പിടിച്ചു കഴിഞ്ഞ് ഫാക്ടംബോസ് പോലെയുള്ള കൂട്ടുവളം ചെയ്യുന്നത് വളർച്ചയെ സഹായിക്കും. ഇതിനുശേഷം കോഴിവളം, ആട്ടിൻ കാഷ്ടം തുടങ്ങിയവയിൽ ഏതെങ്കിലും ഒന്ന് തൈക്ക് 300 മുതൽ 500 ഗ്രാം വരെ കണക്കിൽ ഇട്ടുകൊടുത്ത് മണ്ണ് വെട്ടിക്കൂട്ടി കൊടുക്കുകയും വേണം. തൈകൾ നന്നായി വളരുന്നതിനും ഉറപ്പോടെ നിലകൊള്ളുന്നതിനും ഇത് അത്യാവശ്യമാണ്. ഇതിനെക്കുറിച്ചുള്ള വിശദമായ ഒരു വീഡിയോ ഉടനെ തന്നെ ചെയ്യുന്നതായിരിക്കും. കൂടാതെ നടാൻ ഉപയോഗിക്കുന്ന തൈകൾ തിരഞ്ഞെടുക്കുമ്പോൾ പ്രത്യേക ശ്രദ്ധ അത്യാവശ്യമാണ്. നല്ല കരുത്തുള്ള ഏകദേശം 30 സെൻറ്റിമീറ്റർ നീളമുള്ള കാനികളാണ് ഏറ്റവും അനുയോജ്യം. കാനികൾ പറിച്ചെടുക്കുന്ന തോട്ടം കേടില്ലാത്തതും കഴിവതും 1-ാം വർഷമോ 2-ാം വർഷമോ ആകുന്നത് നല്ലതാണ്. കൂടാതെ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ വ്യാപകമായി കണ്ടുവരുന്ന മച്ചിക്കാനികളാണ്. എന്ന് പറഞ്ഞാൽ കുലയ്ക്കാതെ പോകുന്ന കാനികൾ. ഇത് കർശനമായി ഒഴിവാക്കുക. നമ്മൾ പ്ലാന്റ് ചെയ്യുന്ന സമയം അനുസരിച്ച് തൈകളുടെ വലുപ്പവും ക്രമീകരിക്കാവുന്നതാണ്. മെയ് മാസത്തോടു കൂടി തൈകൾ നടുകയാണെങ്കിൽ പാകത്തിന് വലുപ്പമുള്ള കരുത്തുള്ള തൈകൾ നടുകയാണ് നല്ലത്. ഏകദേശം 10-11 മാസത്തിൽ വിളവെടുക്കാൻ സാധിക്കുന്നതാണ്. നേരത്തെ നടുന്ന കാനികളാണെങ്കിൽ കുറച്ച് ചെറുതാണ് ഉത്തമം. കാരണം ഒരു വേനൽക്കാലത്തെ കടന്നു പോയിട്ട് വേണം ഇവയ്ക്ക് കുലയ്ക്കാനുള്ള മരുന്നൊഴിക്കാൻ. നനച്ചു കൊടുക്കുവാൻ സാധിക്കുന്ന തോട്ടങ്ങളിൽ ഇത് ബാധകമല്ല. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ നമസ്കാരം. ഗുഡ് ബൈ.